തിരുവചനം തിരുവചനം. സ്നേഹമുള്ളവരെ, ഒരു മഹാമാരിയുടെ നിഴലിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് ഭയം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. COVID-19 സമ്മാനിച്ച ഒരു ഭയം. പക്ഷേ ഇതുവഴി ഉണ്ടായ കുറേ നന്മകളുണ്ട്. ആ നന്മകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. കുറേയേറെ നന്മകൾ. ആ നന്മയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളൊന്ന് ധ്യാനിക്കണം. ഏതോ ഒരു തിന്മയ്ക്കിടയിലും നന്മയുടെ പൂക്കൾ വിരിയിക്കുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ മഹാമോശം, വലിയ അപകടം എന്നൊക്കെ പലതും കരുതുമ്പോൾ അതിൻ്റെ നടുവിൽ അതിൽ നിന്നും നന്മ വിരിയിക്കുന്ന ദൈവം, തിന്മയിൽ നിന്നും നന്മ വിരിയിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതാണ് ലോക്ക്ഡൗണിൻ്റെ ഈ 2-3 മാസങ്ങൾ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന പാഠം. ഏതെല്ലാം വിധത്തിലുള്ള നന്മകളാണ് COVID-19 കൊറോണ വൈറസ് കാലഘട്ടം, ലോക്ക്ഡൗൺ കാലഘട്ടം നമുക്ക് സമ്മാനിക്കുന്നതെന്ന് ധ്യാനപൂർവ്വം നമുക്കൊരു ചിന്ത നടത്താം, ഒരു വിചിന്തനം നടത്താം. 1. മനുഷ്യനെ ശ്രദ്ധിക്കുവാൻ സമയം കിട്ടിയ കാലഘട്ടമാണിത്. ശ്രദ്ധിക്കുവാൻ സമയം കിട്ടി. പ്രായമായ മാതാപിതാക്കൾ എന്നും പറയുന്ന ഒരു പരാതിയായിരുന്നു, മോന് ഞങ്ങളെ കേൾക്കാൻ സമയമില്ല, മോക്ക് ഞങ്ങളെ കേൾക്കാൻ സമയമില്ല, കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളെ കേൾക്കാൻ സമയമില്ല. ഇതായിരുന്നു പതിവായി പറയുന്ന ഒരു പദപ്രയോഗം. ഭാര്യമാർ പറയും, കെട്ടിയവന് തിരക്കോട് തിരക്ക്, എന്നെയും കുഞ്ഞുങ്ങളെയും കേൾക്കാൻ സമയമില്ല. ഭർത്താവ് പറയും, അവൾക്ക് ആ പണി ഈ പണി, എൻ്റെ കൂടെ ഇരുന്ന് മിണ്ടാനും സമയമില്ല. കുഞ്ഞുങ്ങൾ പറയും, മാതാപിതാക്കൾക്ക് ഞങ്ങളെ കേൾക്കാൻ സമയമില്ല. ആർക്കും ആരെയും കേൾക്കുവാൻ സമയമില്ല എന്ന് പറഞ്ഞ കാലത്ത് കേൾക്കാൻ ഇഷ്ടം പോലെ സമയം. ഇന്ന് കേട്ട് മടുക്കുക. എത്ര മാസങ്ങളായിട്ട് ഈ കേൾവി പറഞ്ഞത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾവി. അപ്പം കേൾക്കാൻ സമയമുണ്ടായി, ഇരുന്ന് ശ്രദ്ധിക്കാൻ സമയമുണ്ടായി. അതാണ് COVID-19 സമ്മാനിച്ച ഒരു വലിയ സമ്മാനം കുടുംബങ്ങളിൽ. പലപ്പോഴും കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം ഇരുന്ന് കേൾക്കാത്തതാണ്. ദമ്പതികളുടേതായ ചില കേസുകൾ എൻ്റെ അടുക്ക കൊണ്ടുവരുമ്പം ചിലപ്പോൾ അച്ഛന്മാരൊക്കെ പലരും പറഞ്ഞു വിടും. അപ്പോൾ പറഞ്ഞു വിടുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വലിയ കാര്യമൊന്നും ചെയ്യേണ്ട. ഇന്നു മുതൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഭാര്യയോട് അന്നത്തെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ട് കിടക്കാൻ പോവുക. ഭർത്താവിനോട് അന്നത്തെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ട് കിടക്കാൻ പോവുക. അങ്ങനെ പോകുമ്പോൾ മനസ്സിൽ പിന്നെ ഒന്നും സൂക്ഷിക്കാനില്ല. ഉള്ളു ഫ്രീ ആകുമ്പോൾ ബന്ധങ്ങളിലും ഒരു സ്നേഹവും ഒരു സന്തോഷവും ഒരു ഊഷ്മളതയൊക്കെ കടന്നു വരും. അപ്പോൾ ആ ഒരു അന്തരീക്ഷം, കേൾക്കാനുള്ള ഒരവസരം ഉണ്ടായി കുടുംബങ്ങളിൽ എന്നുള്ളതാണ്. പണ്ടൊക്കെ അമ്മമാർ പെൺപിള്ളേർ ഒരുപാട് കേൾക്കുമായിരുന്നു. അമ്മയും അപ്പനും ആൺകുട്ടികളെയും കേൾക്കുമായിരുന്നു. ഇന്ന് 100 പണികളും വ്യഗ്രതകളും വന്നപ്പോൾ, ആരെയും കേൾക്കാൻ സമയമില്ലാതെ വന്നപ്പോൾ, ചിറകിൻ കീഴിൽ കോഴിക്കുഞ്ഞുങ്ങളെ മറച്ചു പിടിക്കുന്ന തള്ളക്കോഴിയെപ്പോലെ ആകേണ്ട അമ്മമാർ ചിറക് മുറിഞ്ഞു പോയ പെടക്കോഴികളായിട്ട് മാറി. ചിറകിൻ കീഴിൽ മക്കളെ വെച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, കേൾക്കാൻ സമയമില്ല. ഈ നാളുകൾ പങ്കുവയ്ക്കലിൻ്റെയും കേൾക്കലിൻ്റെയും സമയമായി. ഒരു ഭർത്താവ് ഭാര്യ കല്യാണം കഴിഞ്ഞു, 23 വർഷങ്ങളായി. 2 പേർക്കും സംസാരമേ ഇല്ല, സംസാര രീതിയുമില്ല. അപ്പോൾ ഈയിടെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കൂട്ടുകാരി അവളോട് ചോദിച്ചു, നീ ഈ സമയം മുഴുവൻ എന്ത് ചെയ്യുക? അവൾ പറഞ്ഞു, ഭക്ഷണമെല്ലാം പാചകം ചെയ്യും, വിവിധങ്ങളായ കറികൾ ഉണ്ടാക്കി വെക്കും, പിന്നെ കഴിഞ്ഞ് ഒരാഴ്ചയായി കെട്ടിയവൻ്റെ കൂടി ഇരുന്ന് അടുത്തിരുന്ന് വർത്തമാനം പറയാനും പറ്റുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട്? എൻ്റെ ഏടി വർത്തമാനം പറഞ്ഞപ്പോഴാണ് പിടിയിട്ടത്, പുള്ളി നല്ല ആളാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ തോന്നലുണ്ടാകാൻ 23 വർഷം കഴിയേണ്ടി വന്നു, ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടം വേണ്ടി വന്നു. ഇപ്പോൾ ശ്രദ്ധിക്കാൻ, കേൾക്കാൻ, സംസാരിക്കാൻ സമയമുള്ള ഒരു കാലഘട്ടമായി.
അതാണ് വളരെ പോസിറ്റീവായി COVID-19 കുടുംബങ്ങൾക്ക് നൽകിയ സമ്മാനം. ചിലയിടത്ത് ഗാർഹിക പീഡനം വർദ്ധിച്ചിട്ടുണ്ട്. ഒരുമിച്ചിരുന്ന് മടുത്ത് ദേഹോപദ്രവം, വാക്കുകൊണ്ടുള്ള മുറിപ്പെടുത്തലുകൾ, അങ്ങനെയുള്ള കേസുകളുമുണ്ട്. അത് എക്സെപ്ഷനാണ്. ഭൂരിപക്ഷം കുടുംബങ്ങളിലും ഒന്നുകൂടെ വളർന്നു വന്നു. രണ്ടാമത്, ഒരുമിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് ബൈബിൾ വായിക്കുന്ന കുടുംബങ്ങൾ ധാരാളമായി വർദ്ധിച്ചു വന്നു. ദേവാലയങ്ങൾ അടഞ്ഞപ്പോൾ സാത്താൻ സന്തോഷിച്ചു. കുർബാനയിലെ പള്ളിയിൽ, പ്രാർത്ഥനയിലെ പള്ളിയിൽ ദേവാലയം ഞാൻ അടച്ചു എന്ന് പിശാച് ചിന്തിച്ചപ്പോൾ ഒരു വലിയ സംഭവം നടന്നു. ഒരു ദേവാലയം അടഞ്ഞപ്പോൾ ഒരു ഇടവകയിൽ 1500 കുടുംബങ്ങളുണ്ടോ 1500 കുടുംബ ദേവാലയങ്ങൾ തുറക്കപ്പെട്ടു. 500 വീടുകളുണ്ടോ 500 കുടുംബ ദേവാലയങ്ങൾ തുറക്കപ്പെട്ടു. ഇതാണ് കോവിഡിൻ്റെ ഒരു സമ്മാനം. വീടുകൾ ദേവാലയങ്ങളായി. ഭാര്യയെ കാറിൽ കൊണ്ടുവന്ന് പള്ളിമുറ്റത്ത് ഇറക്കിയിട്ട് കാറിൽ ഇരുന്ന് വിശ്രമിക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഭാര്യയെ ഇറക്കി വിട്ടിട്ട് തിരിച്ച് കാറും കൊണ്ട് തിരിച്ചു പോയവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് രാവിലെ 1 മണിക്കൂർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. സന്ധ്യയ്ക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് വചനം വായിക്കുന്നു. പ്രാർത്ഥനാന്തരീക്ഷം, കുർബാനയുടെ അന്തരീക്ഷം കുടുംബത്തിൽ വളർന്നു വന്നു. കുടുംബം ദേവാലയമായി ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഭക്ഷിക്കുന്നു. നേരത്തെ കുടുംബങ്ങളിൽ പ്രായമുള്ള അപ്പനും അമ്മയും TV-യിൽ ശാലോം ചാനൽ കാണുമ്പോൾ ആ സമയത്ത് മക്കൾ മറ്റൊരു TV-യിൽ കാർട്ടൂൺ കാണുന്നു, സീരിയൽ കാണുന്നു. രീതികൾക്കൊരു മാറ്റം. ഒരു കൂട്ടർ ഭക്ഷിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ഗെയിംസാണ്, കമ്പ്യൂട്ടർ ഗെയിംസുമായിട്ടിരിക്കുക. ഇന്ന് മാറി. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് ഭക്ഷിക്കാൻ, ഒന്നിച്ചായിരിക്കാനുള്ള ഒരന്തരീക്ഷം കുടുംബങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി. ഒപ്പം സിറ്റികളിൽ, ഫ്ലാറ്റുകളിൽ ജോലി ചെയ്തവർ, നഗരത്തിന് നടുവിൽ ജോലി ചെയ്ത് മടുത്തവർ ഗ്രാമങ്ങളിലേക്ക് മടങ്ങി വീട്ടിലിരുന്ന് ജോലി ചെയ്യാവുന്ന ക്രമീകരണങ്ങൾ വന്നു തുടങ്ങി. ഇനി മുമ്പോട്ട് സ്വന്തം വീട്ടിലിരുന്ന് ജോലി ചെയ്യാം, ഒരുമിച്ച് ഭക്ഷിക്കാം, ഒന്നിച്ചായിരിക്കാം, ഒപ്പം ജോലി നടത്താം. അപ്പോൾ സിറ്റിയിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക്, ചെറിയ വീടുകളിലേക്കുള്ള മറ്റൊരു മൈഗ്രേഷൻ, ഒരു കുടിയേറ്റം വീണ്ടും വരുന്നു. അങ്ങനെ ഒരു നന്മയും അതിൻ്റേതായ സൂചനയും സമൂഹത്തിൽ കണ്ടു തുടങ്ങി. വീണ്ടും പൊതുസമൂഹം എടുത്താൽ വൃത്തിയും ശുദ്ധിയും ഒരുപാട് വർദ്ധിച്ചു ഈ കാലഘട്ടത്തിൽ. വൃത്തി വർദ്ധിച്ചു, ശുദ്ധി വർദ്ധിച്ചു ഈ കാലഘട്ടത്തിൽ. പൊടിപടലങ്ങൾ ഒത്തിരി അടങ്ങി. അതുകൊണ്ട് രോഗാണുക്കൾ നിർവീര്യമായി. ആശുപത്രിയിൽ സാധാരണ രോഗികളുടെ വരവ് ചുരുങ്ങി. അപ്പോൾ ഒരു അപകടമുണ്ട്. എല്ലാവരും കോവിഡ് എന്ന് പറഞ്ഞ് മറ്റ് രോഗികളെ ശ്രദ്ധിക്കാതായപ്പോൾ അങ്ങനെയുള്ള മരണം വർദ്ധിക്കാനിടയായി. അത് മറ്റൊരു അപകടം. എങ്കിലും തട്ടുകടയുടെ വേസ്റ്റ്, ഹോട്ടൽ മാലിന്യങ്ങൾ, വീടിൻ്റെ വേസ്റ്റുകൾ വഴി സൈഡിൽ നിക്ഷേപിക്കുന്ന രീതികൾ ഒന്ന് മാറി. വായു ശുദ്ധമായി. ഡൽഹിയിൽ ശുദ്ധവായുവായി, നമ്മുടെ നാട്ടിൽ ശുദ്ധവായുവായി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഓക്സോൺ പാളിയുടെ വിള്ളൽ പോലും അടഞ്ഞുപോയി എന്നാണ്. കുടുംബ ബന്ധങ്ങളുടെ വിള്ളലടഞ്ഞു, ഹൃദയത്തിൻ്റെ വിള്ളലുകളടഞ്ഞു, ഓക്സോൺ പാളി അടഞ്ഞു. വലിയ മാറ്റം ലോകത്തിൽ സമൂഹത്തിൽ വരുന്നു. വൃത്തി, ശുദ്ധി. പദ്ധതി വായിച്ചു. തിരുവനന്തപുരം പട്ടം ജംഗ്ഷനിൽ നിന്നപ്പോൾ ദൂരെയുള്ള പശ്ചിമഘട്ടം അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. പൊടിപടലങ്ങൾ അടങ്ങിയപ്പോൾ, വായു ശുദ്ധിയായപ്പോൾ ദൂരക്കാഴ്ചകൾ വ്യക്തമായി. പഞ്ചാബിൽ സുവർണ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നാൽ അങ്ങ് ദൂരെയുള്ള ഹിമാലയ മലമടക്കുകൾ കാണാവുന്ന വിധമായി വായു ശുദ്ധമായി, അന്തരീക്ഷം വൃത്തിയായപ്പോൾ. ഇത് പരിക്കകത്തും സംഭവിച്ചു. ഹിമാലയ പർവ്വതം പോലെ അപ്പൻ്റെ മേശപ്പുറത്ത് ഫയലുകൾ, പുസ്തകങ്ങൾ, കടലാസ് കഷ്ണങ്ങൾ കൂമ്പാരം കൂടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ലോക്ക്ഡൗൺ നാളുകളിൽ സമയം കിട്ടിയപ്പോൾ എല്ലാം ഒന്ന് എടുത്തു വെക്കാനും വൃത്തിയാക്കി അടുക്കി വെക്കാനും ഒക്കെ സമയം കണ്ടെത്തി. അങ്ങനെ അടുക്കി വന്നപ്പോഴാണ് അപ്പൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോ ഈ ഫയലിൻ്റെ കീഴെ മറഞ്ഞിരിക്കുന്നത് പലതും വ്യക്തമായി കാണുന്ന ഒരു കാലഘട്ടമായി ലോക്ക്ഡൗൺ കാലഘട്ടം. വൃത്തിയും ശുദ്ധിയും അന്തരീക്ഷത്തിൽ വളർന്നു വന്നു. ചുറ്റുപാടുകളിൽ ഒരു പരിശുദ്ധിയുടെ പരിമളം അലയടിക്കുവാൻ തുടങ്ങി.
അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക സമ്മാനം. ഒപ്പം ഒരു ലളിത ജീവിതക്രമം മനുഷ്യൻ പഠിച്ചു തുടങ്ങി. ധൂർത്ത് വേണ്ടെന്ന് വെക്കാനും ഇത്രയും എനിക്ക് മതി എന്ന് പറയാനും പഠിച്ചു. സൂക്ഷിച്ചു വെക്കാൻ പഠിച്ചു. ധൂർത്തിന് പകരം കുറേയൊക്കെ സൂക്ഷിച്ചു വെക്കുക, കുറേയെല്ലാം കരുതി വെക്കുക, ആ ഒരു ചിന്ത മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സാവധാനം കടന്നു വരികയാണ്. കരുതി വെക്കുക. 50 പേരുണ്ടെങ്കിൽ ഒരു കല്യാണവും അതുമായി ബന്ധപ്പെട്ട ആഘോഷവും നടത്താൻ പറ്റും. മനുഷ്യൻ്റെ തിരിച്ചറിവ്. 1000 ഭക്ഷണം കൊടുത്തിട്ട് കഴിച്ചവരൊക്കെ പല്ലും കുത്തി കുറ്റവും പറഞ്ഞുകൊണ്ട് പോകാൻ വെറുതെ ലക്ഷങ്ങൾ എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത്? 50 പേര് മതി ഒരു കല്യാണം ഭംഗിയായിട്ട് നടക്കാൻ. പിന്നെ ഇവർ പോകേണ്ട വീടുകൾ സന്ദർശിച്ച് അവിടെ പോയി സുഖമായിട്ട് ഭക്ഷണം കഴിക്കുക. ആ ഒരു തിരിച്ചറിവ്. നമ്മൾ വേസ്റ്റ് ആക്കുകയല്ല, ഓരോരുത്തർ കൊണ്ടുപോയി ഇവർക്ക് കൊടുക്കട്ടെ. ആ തിരിച്ചറിവ്. മൃതസംസ്കാരം 20 പേരുണ്ടെങ്കിലും കൂടുതൽ പ്രാർത്ഥനയോടുകൂടി നടത്താൻ പറ്റും. മരിച്ച ആൾക്ക് വേണ്ടി കൂടുതൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റി. കല്യാണം കഴിക്കുന്നവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാൻ പങ്കെടുക്കുന്നവർക്ക് പറ്റി. അതാണ് വരുത്തിയ ഒരു വലിയ മാറ്റം, ഒരു വലിയ ഒരു വ്യതിയാനം നമ്മൾ സമൂഹത്തിൽ കാണുന്നു. ഇത് മതി, ഇത്രയും മതി. വില കൂടിയ ചെരുപ്പ് മേടിക്കേണ്ട കാര്യമില്ല, ഇട്ടുകൊണ്ട് പുറത്തു പോകുന്നില്ലല്ലോ. പൗഡർ, ലിപ്സ്റ്റിക്ക്, പെർഫ്യൂംസ് ആവശ്യമില്ല. തുണി ഒത്തിരി പുത്തം മേടിച്ചു വിടേണ്ട ആവശ്യമില്ല, മിനിമം മതി. അപ്പം എല്ലാം മിനി ഇത്രയും മതി എന്ന് പറയുന്നൊരു സംസ്കാരം. പോരാന്നുള്ള ആർത്തി മാറിയിട്ട് ഇത് മതി. എന്നും ഒരു തരി ഇലക്കറിയേ ഉള്ളൂ, ഇത് മതി. ഒരു തരി മീനേ ഉള്ളൂ, ഇത് മതി. അങ്ങനെ പറയാൻ പഠിച്ചു. ഓടി നടന്ന് പണിത് ബഹളം വെച്ച് വരുമ്പം ഒന്നും രുചിയില്ല, വൃത്തിയില്ല. കാരണം വരുന്ന വഴിക്ക് തട്ടുകടയിൽ നിന്ന് തട്ടിയിട്ടാണ് വരുന്നത്. ഭാര്യ ഉണ്ടാക്കുന്ന രുചിയില്ല. ഇപ്പം എന്തൊരു രുചിയാണ്. ചായക്കടയിൽ നിന്ന് കഴിച്ചിട്ട് വരുന്നയാളാണ്, ഇല്ല ഇന്ന് വീട്ടിലുണ്ടാക്കുന്നതേ ഉള്ളൂ, അതിന് നല്ല രുചിയാണ്. ഇപ്പോൾ ഒരു ലളിത ജീവിതശൈലി, മിനിമം പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു പുതിയ ലോകക്രമം മനുഷ്യൻ പഠിച്ചു. കൊറോണ വൈറസിൻ്റെ ഈ നാളുകളിൽ, ലോക്ക്ഡൗണിൻ്റെ ഈ ദിവസങ്ങളിൽ ലളിത ജീവിതശൈലി ഇത് മതി. ആർത്തിയില്ലാതെ ജീവിക്കാനുള്ള ഒരു മനോഭാവം അതിലേക്ക് കടന്നു വന്നു. ഒപ്പം ഈ കാലഘട്ടം മാതൃക കൊടുക്കാൻ മാതാപിതാക്കളെ നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടമായി മാറി. മാതൃക കൊടുക്കുവാൻ മാതാപിതാക്കളെ നിർബന്ധിക്കുന്ന കാലഘട്ടം. അപ്പനും അമ്മയൊക്കെ ഒരുമിച്ചുള്ളപ്പോൾ അവിടെ സംസാര രീതി, പെരുമാറ്റ രീതി, സ്നേഹപ്രകടനങ്ങൾ മക്കൾ വളരെ അടുത്തിരുന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അവിടെ ശ്രദ്ധിക്കേണ്ടി വരാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ അപ്പൻ പങ്കെടുക്കുന്നുണ്ടോ, മക്കൾ ശ്രദ്ധിച്ചു തുടങ്ങി. മക്കളുടെ കാര്യത്തിൽ അപ്പനും കൂടുതൽ ശ്രദ്ധ, അല്ലെ മക്കളുടെ കാര്യം മൊത്തം അമ്മയെ ഏൽപ്പിച്ച് രക്ഷപ്പെടുന്ന അപ്പൻ മക്കളെക്കുറിച്ചും ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പം പരസ്പര ഒരു ശ്രദ്ധ അവിടെ തോന്നി. അല്പം കൂടി ശാന്തമായി ഞാൻ എൻ്റെ ഭാര്യയോട് മിണ്ടണം, അല്പം കൂടി ശാന്തമായി ഞാൻ എൻ്റെ ഭർത്താവിനോട് സംസാരിക്കണം, അല്പം കൂടി മാതൃകാപരമായ മാന്യതയുടെ വാക്ക് മാതാപിതാക്കളെന്ന രീതിയിൽ ഞങ്ങൾ ഉപയോഗിക്കണം. കാരണം ഞങ്ങളുടെ മക്കളത് കണ്ടുപിടിക്കുന്നു. ഒരു മാതൃകാ ജീവിതത്തിലേക്കുള്ള ഒരു വിളി എല്ലാവർക്കും ലഭിച്ചു. ലോക്ക്ഡൗണിൻ്റെ ഈ നാളുകളിൽ എന്നെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ താളം തെറ്റിപ്പോകും. ആ ഒരു തിരിച്ചറിവ്. ഒപ്പം ഈ ഒരു ജീവിത കാലഘട്ടം മനുഷ്യനെ കുറേയേറെ ചിന്തിപ്പിച്ചു. നാളെയെക്കുറിച്ച്, ഇന്നിൻ്റെ നിരർത്ഥകത, നാളെയെക്കുറിച്ച് ഒരു ചിന്ത എല്ലാവർക്കും തോന്നി തുടങ്ങി. എന്നൊക്കെ ഉണ്ടാക്കിയാലും ഇത്രയേ ഉള്ളൂ, ഒരു കൊറോണ വൈറസ് കടിച്ചുകൊണ്ട് പോകും. എത്ര വലിയ പള്ളി പണിതാലും ഇരിക്കാനകത്ത് ആളെ കിട്ടുകയല്ല. അപ്പം വലിയ ദൂരത്തിൻ്റെ ദേവാലയങ്ങൾ ആവശ്യമില്ല, ലളിതമായ ദേവാലയങ്ങളും മതി. ആ ഒരു തിരിച്ചറിവിലേക്ക് വരാൻ തുടങ്ങി. എത്ര ഏക്കർ സ്ഥലം മേടിച്ചിട്ടാലും ആ സ്ഥലം ഒരു ചെറിയ വൈറസ് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ കിടക്കും. ഒരു തിരിച്ചറിവ്. എത്ര വലിയ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും പൈസ കൊണ്ട് എല്ലാം ആവുകയില്ല.
എന്തെല്ലാം പണമുണ്ടെങ്കിലും സകല കടകളും അടച്ചിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുകയില്ല എന്നൊരു നിയമം വന്നാൽ പണം കൊണ്ട് എന്താ അർത്ഥം? ഞാൻ തന്നെ ഓർക്കുന്നു, കോട്ടയത്ത് നിന്നും ഇടുക്കി ജില്ലയിൽ കട്ടപ്പന അടുത്തുള്ള വലിയതവാള വീട്ടിലേക്ക് വീട്ടുകാരെ ഒന്ന് കാണാൻ വേണ്ടി പോകണമെങ്കിൽ ഞാൻ തന്നെ പാസ് എടുക്കേണ്ടി വന്നു. സ്വന്തം വീട് കാണാൻ പാസ്. കർഫ്യൂവിൻ്റെ 7 ദിവസങ്ങൾ റോഡിലിറങ്ങി നടന്നോ, കയ്യിൽ ഐഡൻറ്റിറ്റി കാർഡ് വേണം. സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ നടക്കാൻ പറ്റുകയില്ല. റോഡിലൂടെ വെറുതെ പോയാൽ പോലീസ് പിടിക്കും, എവിടെ പോവുക? ഇതുവരെ ചിന്തിക്കാത്ത ചില തിരിച്ചറിവുകൾ COVID-19 നമുക്കൊക്കെ സമ്മാനിച്ചു, നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചു. എല്ലാം ഉണ്ടെങ്കിലും വെറുതെ ശൂന്യമായ കൈകളോടെ ഈ ലോകം വിട്ടു പോകണം, ഈ ദേശം വിട്ടു പോകണം എന്നുള്ള ഒരു തിരിച്ചറിവ്. ഒന്നുമല്ല, ദൈവം മാത്രമേ എല്ലാമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നിരർത്ഥകം. തമ്പുരാൻ മാത്രമേ എനിക്ക് സ്വത്തായിട്ടുള്ളൂ, ബാക്കിയെല്ലാം എത്രയുണ്ടെങ്കിലും ജീവിതത്തിൽ ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ്. അവിടെയാണല്ലോ സങ്കീർത്തകൻ്റെ വാക്ക്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥം. ആ ഒരു തിരിച്ചറിവ് മനുഷ്യരുടെ മനസ്സിലേക്ക് സാവധാനം കടന്നു വന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ആരാധനാലയങ്ങൾ തുറക്കപ്പെടണം. മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ജനം ബലിയർപ്പിക്കുന്നിടത്ത് എന്നിരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയല്ല, ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നിടത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. വിശ്വാസമുള്ള കുറേ പേര് ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ തരംഗം അവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. അവിടെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പവറുണ്ട്. ചുമ്മാ മുട്ടായിക്ക് ചോദിക്കാം, ഒറ്റയിരുന്നാൽ പോരെ, കഥകടച്ചിരുന്നാൽ പോരെ, ഒക്കെ ശരിയാ. പക്ഷെ അതിനപ്പുറത്തൊരു ലോകമുണ്ടെന്നുള്ളത് പഠിച്ചു കഴിയുമ്പം അത് മനസ്സിലാവും. ആയിരങ്ങൾ നിലവിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരന്തരീക്ഷത്തിൽ നമ്മുടെ പ്രാർത്ഥന ചേർത്ത് വെക്കുമ്പോൾ അതിന് പ്രത്യേകമായൊരു ശക്തിയുണ്ട്. അതാണ് അൾത്താര കേന്ദ്രീകൃതമായ പ്രാർത്ഥന, ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥന. അപ്പം അതിൻ്റെ ഒരു ആവശ്യകത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഈ കാലങ്ങളിൽ. ഒറ്റയ്ക്ക് ഞാൻ ഒന്നുമല്ല, അതിനപ്പുറം ഞാനായിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, എൻ്റെ ശക്തി ആ സമൂഹമാണ്. ആ തിരിച്ചറിവ് നമുക്ക് നൽകുകയാണ് ഈ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങൾ. ഇപ്പോൾ കുടുംബത്തിൻ്റെ മാതൃക, സമൂഹത്തിൻ്റെ മാതൃക, ജീവിതത്തിൽ ഇത്രയും മതിയെന്ന് പറയുന്ന ഒരു ലളിത ജീവിതശൈലി, ഇതുകൊണ്ടൊക്കെ എനിക്ക് ആകാൻ പറ്റും, ഇത്രയൊക്കെ എനിക്ക് മതി, പോരാ എന്നുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെ നിർത്തുകയാണ്. എന്നിട്ട് മനസ്സിലാകുന്നു ഞാൻ കുറേ കൂടിയൊക്കെ മനുഷ്യപ്പറ്റുള്ള ആളായിട്ട് ജീവിക്കണം. ഇന്നെല്ലാം പോയപ്പം മനുഷ്യർ അവർ കയ്യിൽ നീട്ടി മുമ്പിൽ വരും. ജീവിക്കാൻ വകുപ്പില്ലാതെ, ജീവിതത്തിൽ മാർഗമില്ലാതെ ഒരുപാട് പേര് കൈ നീട്ടുമ്പോൾ തിരിച്ചറിയുക, ഞാനാണ് ഇവൻ്റെ കാവൽക്കാരൻ, ഞാനാണ് ഇവരുടെ കാവൽക്കാരൻ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്. ഇതിലേക്കാണ് കൊറോണ വൈറസിൻ്റെ കാലഘട്ടം നമ്മളെയൊക്കെ നടത്തുക. ലോകത്തിൽ ഇവിടെ ഈ അവസരത്തിൽ ഇരിക്കുമ്പോഴാണ് കൂട്ടായ്മയുടെ ശക്തിയെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു പോവുക. പലരും പറയാറുണ്ട്, എൻ്റെ അച്ഛ ഒന്നിച്ച് ഒരു കുർബാന അർപ്പിക്കുന്ന ദിവസം ഒന്ന് വന്നാൽ മതിയായിരുന്നു. എന്തിനാ കുർബാന, എന്തിനു പള്ളിയിൽ പോകണം എന്നൊക്കെ ചോദിക്കുന്ന ചിലർ പോലും ഇന്ന് ചോദിക്കുന്നു, ഇനി എന്നാ ഒന്ന് ഒരുമിച്ച് വരുന്നത്, പലരെയും കാണാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒന്നായിട്ടിരിക്കണം എന്നുള്ള ഒരു ചിന്ത മനുഷ്യനിൽ കടന്നു വരുന്നതും ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഒന്നിച്ചിരിക്കേണ്ടതിൻ്റെ ചിന്ത നമുക്ക് നടന്നു വരിക. ഈ ഒരു സമയം സ്വന്തം മണ്ണിനെ, സ്വന്തം ദേശത്തെ നോക്കിക്കാണുന്നതിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, വ്യതിയാനങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ആ വ്യതിയാനം? വിദേശത്തുള്ള ചിലർ, എല്ലാവരുമല്ല, പുച്ഛമാണ് ഇന്ത്യയെന്ന് പറഞ്ഞാൽ, പരമപുച്ഛമാണ് കേരളമെന്ന് പറഞ്ഞാൽ. ചുമ്മാ അങ്ങ് ബ്ലണ്ടറായ കമൻറ്റ് പറയും, ഓ എന്നാ കേരളം,
കൈക്കൂലിയും രാഷ്ട്രീയവും ബന്ധും ഹർത്താലും എന്നതാ കേരളം? എന്നാ ഇന്ത്യ? വർഗീയത, ബഹളം, വഴക്ക് എന്നതായത്? ചിലർക്കൊക്കെ നാടിനെക്കുറിച്ച് പുച്ഛമാണ്. ഒരിക്കൽ ഞാൻ അമേരിക്കയിൽ വെച്ച് ഒരു പ്രായമുള്ള ആൻറ്റിയെ കണ്ടു. ഞാൻ ചോദിച്ചു, ആൻറ്റി നാട്ടിൽ വന്ന് നമ്മുടെ ചക്കയും പുഴുക്കും ഇതൊക്കെ തിന്നാനായിട്ട് ഒരു സന്തോഷം തോന്നുന്നില്ലേ? ഉടനെ ആൻറ്റി, എന്നാ കേരളമാ, റോഡിലെല്ലാം ഗട്ടറല്ലേ? ചോദിച്ച ചോദ്യമാ. ചില മക്കളും പറ്റും മൃഗവും എന്നതാ? അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുന്നിടത്ത് നാടിൻ്റെ വില തിരിച്ചറിയാൻ ഈ കാലഘട്ടം സാഹചര്യമൊരുക്കി. എങ്ങനെയും എയർപോർട്ടിലിറങ്ങി ഈ വായു ശ്വസിച്ചാൽ മതി, എങ്ങനെയെങ്കിലും നാട്ടിൽ വന്ന് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ മതി. സ്വന്തം മണ്ണിനെ, സ്വന്തം നാടിനെ, നാട് സ്വജനത്തിന് നൽകുന്ന കരുതലിനെക്കുറിച്ച് ചിന്തിക്കാനും കേരളത്തെ സ്നേഹിക്കാൻ, ഇന്ത്യയെ സ്നേഹിക്കാൻ വിദേശത്തുള്ള നമ്മുടെ ആൾക്കാർക്ക് സാഹചര്യമൊരുക്കുന്നുള്ളതും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താധാര തന്നെയാണിത്. എൻ്റെ ദേശം എനിക്ക് വിലപ്പെട്ടതാണ്, എൻ്റെ ജനം എനിക്ക് വിലപ്പെട്ടതാണ്, ഇവരോടൊത്താണ് എൻ്റെ ജീവിതം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുകയായിരുന്നു ഈ ദിവസങ്ങൾ. എപ്പോഴും നമ്മുടെ സ്വന്തം മണ്ണിൽ നമുക്കൊരു വിലയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ്. അപ്പം ഇങ്ങനെയുള്ള പോസിറ്റീവായ ചിന്തകളും തിരിച്ചറിവുകളും ഒക്കെ നൽകുന്ന കോവിഡ് കാലഘട്ടത്തെ ഒരു മഹാമാരിയുടെ ശാപമായി കാണാതെ ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളായി നമ്മൾ കാണുക, ദൈവം ഒരുക്കുന്ന ദിവസങ്ങളായി ഇതിനെയൊക്കെ നമ്മൾ കാണുക. ഇതിനു ശേഷം അല്പം കൂടി നല്ല ഭർത്താവ് ഭാര്യ ഒക്കെ ആയിട്ട് ജീവിക്കാം. നമുക്കറിയാം, ഇന്ന് വിലയില്ലാന്ന് കരുതിയ പലതിനും വിലയുണ്ട് എന്ന് തിരിച്ചറിയുന്നതും ഈ കാലഘട്ടത്തിലാണ്. ഭാര്യയുടെ വില, ഭർത്താവിൻ്റെ വില, പ്രായമായ മാതാപിതാക്കളുടെ വിലയൊക്കെ തിരിച്ചറിയും. ഒപ്പം ഗ്രാമീണ മേഖലകളിലും നഗരത്തിലുമൊക്കെ ചക്കയും ചക്കക്കുരുവും ഒക്കെ ഇന്ന് എത്ര ബഹുമാനത്തോടെയാണ് ആൾക്കാർ നോക്കിക്കാണുക. ചക്കയുടെ ചകിണി വറുത്തിട്ട് മിക്സർ പോലെ കഴിച്ച ഒരു വീട്ടുകാരെ കൊണ്ട് അത് നന്നായിട്ട് വറുത്തെടുത്താൽ മിക്സർ കഴിക്കുന്ന രീതിയാണ്. ചകിണി, ചുള, ചക്കക്കുരു പായസം, ഷെയ്ക്ക്, വറുത്തത് പൊരിച്ചത്, അത് പല വിധത്തിൽ. ചക്കയുടെ പുറത്തെ മുള്ളു മാത്രം കളഞ്ഞിട്ട് അകത്തെ ചകിണികൾ നടുക്ക് ഒരു തടം പോലെയുണ്ട്, മെത്ത പോലൊരു ഭാഗം. അത് കൊടുമ്പുളിയും മീൻ മസാല ഇട്ട് വെച്ചാൽ ഒന്നാന്തരം മീൻകറി പോലെ, അത് വറുത്താൽ മീൻ വറുത്തതുപോലെ. അപ്പോൾ ഒന്നും വേസ്റ്റാക്കാതെ ജീവിക്കാനും മനുഷ്യൻ പഠിച്ചു. ഇതിനെല്ലാം നമ്മൾ ഒരുക്കുകയായിരുന്നു കോവിഡ്-19 ലോക്ക്ഡൗണിൻ്റെ നാളുകളും. അപ്പോൾ തിന്മയിലൂടെ നന്മ വിജയിക്കുന്ന ദൈവത്തിന് മുമ്പിൽ ശിരസ്സ് നമിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ചില തകർച്ചകളും നൊമ്പരങ്ങളും വരുമ്പോൾ നിരാശരാകുന്നു. പക്ഷേ മുറിവുകൾ നീ മുദ്രകളാകുമെന്നും ക്ഷതങ്ങൾ പഞ്ചശങ്ങളാകുമെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ തിന്മയിൽ നിന്നും നന്മ വിജയിക്കുന്ന ദൈവകരങ്ങളിൽ പിടിച്ചുകൊണ്ട് ജീവിത യാത്ര തുടരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.